ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ട്രീറ്റ്മെന്റിന്റെ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. ട്രീറ്റ്മെന്റ് കണ്ടിട്ട് ഫ്രാക്ചർ ആണെന്നാണ് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള ട്രീറ്റ്മെന്റ് എല്ലാം കാണുന്നത്. ഇനി ഇത് ഫോറാമിലുള്ള ഏതെങ്കിലും ഒരു ബോണിന്റെ ഫ്രാക്ചർ ആണെങ്കിൽ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്ന് ഒരു സാധാരണക്കാരന് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ പേഷ്യന്റിന്റെ വൈറ്റൽസ്, അതായത് BP, ഓക്സിജൻ, ഹാർട്ട് റേറ്റ്, അതുപോലെ തന്നെ ടെമ്പറേച്ചറും ചെക്ക് ചെയ്യും. ഇതിനൊപ്പം തന്നെ പേഷ്യന്റ് കോൺഷ്യസ് ആണെങ്കിൽ ഫ്രാക്ചർ ഉണ്ടായത് എങ്ങനെയാണെന്നും എന്തെങ്കിലും അലർജിയോ അതുപോലെ മുന്നേ എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. ഇത് പേഷ്യന്റ് കോൺഷ്യസ് അല്ലെങ്കിൽ അവരുടെ അറ്റൻഡേഴ്സിനോടാണ് സാധാരണയായി ചോദിക്കുക. അതുപോലെ തന്നെ എല്ലാം നോർമൽ ആണെങ്കിൽ പെയിൻ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്ലീഡിംഗ് ഉണ്ടോ, അതുപോലെ സ്വെല്ലിംഗിന്റെ നേച്ചർ, പേഷ്യന്റിന്റെ പൾസും അതുപോലെ നെർവ് റിലേറ്റഡ് അസസ്മെന്റും എല്ലാം എടുക്കും. സെൻസേഷനും മൂവ്മെന്റും എല്ലാം പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം പ്രോപ്പർ ആണെങ്കിൽ പേഷ്യന്റിന്റെ കൈ സ്പ്ലിന്റിംഗ് ചെയ്ത് കൈ ഹാർട്ടിനേക്കാൾ ലെവലിൽ പൊക്കി വെച്ച് എക്സ്റേയോ MRIയോ മറ്റോ എടുക്കും. ഇത് കഴിഞ്ഞാണ് ഫ്രാക്ചറിന്റെ ടൈപ്പ് നോക്കി സർജറി വേണമോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് ഒരു എക്സ്റേ കൂടി സജസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ 2 വീക്സിലും റിവ്യൂസും സജസ്റ്റ് ചെയ്യും. ഇതുപോലെയാണ് മോഡേൺ മെഡിസിൻ ഫ്രാക്ചറിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാറുള്ളത്. ഈ വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഐ ഹോപ്പ് ദിസ് വീഡിയോസ് ഇൻഫോർമേറ്റീവ്. താങ്ക് യു ഫോർ വാച്ചിങ്.